ഹായ്, നിതിൻ ശേഖറാണ്. നമുക്കറിയാം CMA എക്സാം പോസ്റ്റ്പോൺ ചെയ്ത് January 3 മുതൽ January 10 വരെയുള്ള റീഷെഡ്യൂൾഡ് ടൈം ടേബിളൊക്കെ നമുക്ക് അവൈലബിൾ ആയിരുന്നു സൈറ്റിൽ. അപ്പോൾ ഇപ്പോൾ വീണ്ടും ഒരു പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. നമുക്ക് കുറേ സ്റ്റുഡൻസിനൊക്കെ കുറച്ച് ഡൗട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഓപ്റ്റ് ഔട്ട് ചെയ്തു പോയി സാർ, അപ്പോൾ ഇനി ഓപ്റ്റ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് വീണ്ടും എന്തെങ്കിലും ഒരു പോസിബിലിറ്റി ഉണ്ടോ നമുക്ക് ഈ വരുന്ന ജാനുവരിയിൽ ഇപ്പോൾ എക്സാം വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്ത് സ്ഥിതിക്കൊന്ന് എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് കറക്ഷൻസ് ഒക്കെ നടത്തേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായി. അതായത് ഇപ്പോൾ ഓൾറെഡി ഓപ്റ്റ് ഔട്ട് ചെയ്ത സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ഒന്നുകൂടെ ഓപ്റ്റ് ഇൻ ചെയ്യാനുള്ള ഒരു ഇത് വന്നു. ഓക്കെ, ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷനാണ്. സബ്ജക്റ്റ് കറക്ഷൻ, ചേഞ്ച് ഇൻ ചോയ്സ് ഓഫ് opt in, update mobile and email ID or online link for rescheduled inter and final examination for December 2020 to be held in January 21. അതായത് എന്താ ഈ നോട്ടിഫിക്കേഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഈ നോട്ടിഫിക്കേഷൻ ഒരു ക്ലിക്ക് ഹിയർ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓപ്റ്റ് ഔട്ട് ഓൾറെഡി ഓപ്റ്റ് ഔട്ട് ചെയ്ത് അടുത്ത June 2021 എക്സാം എഴുതാൻ വേണ്ടിയിട്ട് ഓപ്റ്റ് ഔട്ട് ചെയ്ത് വെച്ചിരുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജാനുവരിയിൽ എക്സാം എഴുതാൻ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ജാനുവരിയിൽ തന്നെ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ചില ആളുകൾക്ക് ഇപ്പോൾ 2 ഗ്രൂപ്പും എക്സാം പോസ്റ്റ്പോണ്ട് അല്ലെങ്കിൽ രണ്ട് ഗ്രൂപ്പ് ഓപ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അവർക്ക് വേണമെങ്കിൽ ഒരു ഗ്രൂപ്പ് അറ്റൻഡ് ചെയ്താൽ മതി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഓപ്റ്റ് ഔട്ടിനെ ഓപ്റ്റ് ഇൻ ഓപ്ഷനാക്കി കൺവേർട്ട് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാൻ പറ്റും, ഗ്രൂപ്പ് 1 അല്ലെങ്കിൽ ഗ്രൂപ്പ് 2 സെലക്ട് ചെയ്യാൻ പറ്റും. പിന്നെ അതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓപ്റ്റ് ഔട്ട് ചെയ്ത സ്റ്റുഡൻസിന് ഓപ്റ്റ് ഇൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് വീണ്ടും ഹോം ബേസ്ഡ് ആണോ സെൻട്രൽ ബേസ്ഡ് ആണോ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാനൊക്കെ പറ്റും. പിന്നെ കുറേ സ്റ്റുഡൻസിന് ചെറിയ പ്രശ്നങ്ങൾ, ഒരുപാട് ഇഷ്യൂസ് വന്നിട്ടുണ്ട്. എല്ലാവരും ഒരുപാട് തവണ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. എന്നാലും അവർക്ക് ചെറിയ മിസ്റ്റേക്സ് പറ്റിയിട്ടുണ്ട് അവരുടെ ഭാഗത്തുനിന്ന്. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രജിസ്റ്റേർഡ് മെയിൽ ID അല്ലെങ്കിൽ നല്ലൊരു ആക്റ്റീവായിട്ട് നമ്മൾ കറൻ്റ്ലി ഇൻ യൂസ് ആയിട്ടുള്ള മെയിൽ ID അല്ല നമ്മൾ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ മൊബൈൽ നമ്പർ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടില്ലാത്ത സിറ്റുവേഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ക്ലിക്ക് ഹിയർ എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കത് കൃത്യമായിട്ട് നമ്മുടെ രജിസ്റ്റേർഡ് അല്ലെങ്കിൽ ഇപ്പോൾ കറൻ്റ്ലി ഇൻ യൂസ്ഡ് ആയിട്ടുള്ള കോൺടാക്ട് നമ്പർ മെയിൽ ID ഒക്കെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ ഫെസിലിറ്റി എന്നാ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3/12/2020, അത് നമുക്ക് ഇന്നത്തെ ദിവസം മുതൽ 3/12/2020 മുതൽ 6/12/2020, ദാറ്റ് ഈസ് ഒരു 3 ഡേയ്സിലത്തേക്ക് മാത്രമേ നമുക്ക് ഈ ഫെസിലിറ്റി അവൈലബിൾ ഉള്ളൂ. അപ്പോൾ ആർക്കാണോ ഓപ്റ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്, ഓൾറെഡി നമ്മൾ എല്ലാ സ്റ്റുഡൻസിനോടും പറയാറുണ്ടായിരുന്നു ഓപ്റ്റ് ഔട്ട് ചെയ്യേണ്ട കാര്യമില്ല, അവരെന്തായിരുന്നാലും കൃത്യമായി എക്സാംസ് അറ്റൻഡ് ചെയ്യണം. അപ്പോൾ ഇൻ കേസ് ആരെങ്കിലും ഓപ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട് അവർക്ക് ജാനുവരിയിൽ എക്സാം, ഏതെങ്കിലും ഇവൻ സിംഗിൾ ഗ്രൂപ്പാണ് എക്സാം അറ്റൻഡ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, എക്സാം അറ്റൻഡ് ചെയ്യാം. അതിനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇത് ഉപയോഗിക്കുക. താങ്ക് യു.